നമസ്കാരം. അകത്തേക്ക് വാ. ഇത് എന്റെ ഭാര്യ ശ്രീദേവി, അതെന്റെ മകൻ ഭരത്, അത് അവന്റെ വൈഫ് അളകനന്ദ. ഇതെന്റെ വൈഫ് രുക്മിണി, അതെന്റെ മകള് വിസ്മയ. വെച്ചോന്ന് വീട്ടിൽ വിളിക്കും. മോനിപ്പോ വരും. അവനൊരു കോള് വന്നു, അവൻ സംസാരിച്ചോണ്ടിരിക്കുക. എങ്കിൽ പിന്നെ നമുക്ക് മോളെ വിളിക്കാം. മോളെ വന്നു മോളെ വിളിച്ചോണ്ട് വാ. ശരി അച്ഛാ. ഭൂമി റെഡിയായോ നീ? ഞാൻ റെഡിയായി. താഴെ വിളിക്കുന്നുണ്ട്. ഇന്ദിരയോ ഇവൾ സുന്ദരിയോ ദൈവരംഭയമോഹിനിയോ, ഇന്ദിരയോ ഇവൾ സുന്ദരിയോ ദൈവരംഭയമോഹിനിയോ. എന്റെ പൊന്നും കൊണ്ട് നിനക്ക് ഞാനെല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ എന്റെ മുന്നിൽ കാണും. മോളെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എത്രയും പെട്ടെന്ന് എന്റെ മോളെ എനിക്ക് വേണ്ടി വീട്ടിൽ കൊണ്ടുപോകാനാ ആഗ്രഹം. മോളെ, മോക്ക് ഞങ്ങളെയൊക്കെ മനസ്സിലായോ? അത് ഏട്ടത്തി കാണുമ്പോഴേ മനസ്സിലായിക്കൂടാ അച്ഛാ. ഏട്ടത്തിക്ക് നമ്മളെ ആരെ മനസ്സിലായിട്ടില്ലെന്ന്. ഏട്ടത്തിക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം എല്ലാരെയും കേട്ടാ. ഏട്ടത്തി, എന്റെ പേര് വിസ്മയ. വിച്ചുന്ന് വീട്ടിൽ വിളിക്കും. വീട്ടിലെ എല്ലാ സമ്പാദം. ഇതാണ് മിസ്റ്റർ രവിചന്ദ്ര വർമ്മ ആൻഡ് മിസസ് നന്ദിനി വർമ്മ. ഏട്ടത്തി കെട്ടാൻ പോകുന്ന പ്രോഡക്റ്റിന്റെ അച്ഛനും അമ്മയും. വിച്ചു ആൻഡ് ദ ലാസ്റ്റ് വൺ, ഏട്ടത്തി വിവാഹം കഴിക്കാൻ പോകുന്നതും സർവോപരി എന്റെ ഏട്ടനുമായ ഇവർ രണ്ടുപേരുടെ മൂത്തപുത്രനുമായ മിസ്റ്റർ വിശ്വസൂര്യജിത്ത് വർമ്മ. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. എനിക്കൊന്നും സംസാരിക്കാനില്ല. ഇവിടെ നടക്കുന്നേ സൂര്യനെന്താ ഇവിടെ? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? ഇനി ആരെങ്കിലും നിർബന്ധിച്ചു കൊണ്ടുവന്നാണോ? ആ കുട്ടിക്ക് എന്താ പറ്റിയത്? വേണ്ട ഭൂമി, ഒരാളെ നിർബന്ധിപ്പിച്ച് ഒരിക്കലും കല്യാണത്തിന് സമ്മതിപ്പിക്കണ്ട. നിനക്ക് സമ്മതമല്ലെന്ന് പറഞ്ഞാൽ മതി. നീ കാരണം ആരുടെ സ്നേഹം വഴിമുട്ടരുത്. കഴിഞ്ഞോ? ചിന്തിച്ചു കഴിഞ്ഞോ? നീ എന്താ നിന്റെ തീരുമാനം? കല്യാണം വേണ്ടാതാണോ? കല്യാണമൊന്നും വേണ്ടെന്ന് വെച്ചാ പുല്ലേ, നിന്നെയും കൊന്നും ഞാനും ചാവും. ജിത്തു, പ്ലീസ് ഡാഡ്, എനിക്ക് സംസാരിക്കണം. ഇവളോട് എനിക്ക് സംസാരിക്കണം. ഞാൻ ഇവളോട് സംസാരിക്കുമ്പോ ആരും എന്നോട് സംസാരിക്കരുത്. എന്താടി, നിനക്ക് കല്യാണം വേണ്ടേ? നിനക്കിപ്പോ എന്നെ വേണ്ടേ? 3 വർഷം അടുപ്പില്ലേ? 3 വർഷം ചങ്കിക്കൊണ്ട് നടക്കുന്നില്ല ഞാൻ. ഒരു നിമിഷത്തെ തെറ്റിദ്ധാരണയുടെ പേരില് നീ ഇറങ്ങി പോയില്ലേ? നീ ആ കോളേജ് വിട്ട് പോയല്ലോ. ആ സമയം നീ കൊണ്ടുപോയത് എന്റെ പ്രാണനാ. ഹോസ്പിറ്റലിൽ നീ കിടന്ന സമയം നിന്നെ ഒന്നും വന്ന് കാണാൻ കഴിയാതെ, നിന്നോട് സംസാരിക്കാൻ പോലും കഴിയാതെ ഒന്ന് പെടഞ്ഞു നിന്നത് ഞാനടി. ഇല്ലമ്മ, മിണ്ടരുത്. എനിക്ക് പറയണമ്മ. ഇവൾ അനുഭവിച്ചതിന്റെ 2 വർഷം ഇവൾ അനുഭവിച്ച് ഈ നീട്ടാനെ കാട്ടി 10,000 മടങ്ങല്ലേ ഞാൻ അനുഭവിച്ചത്. നിന്നെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയത് ഇപ്പോഴല്ല. നിന്നെ ഞാൻ കാണുന്നതും അന്ന് കോളേജിൽ വെച്ചല്ല. ഇനി എനിക്ക് മനസ്സിലടി നിന്നെ വിട്ടു നിൽക്കുക. കല്യാണം കൊണ്ട് ഒരു കോപ്പം വേണ്ട. ഇതിനെ ഇതേപോലെ ഞാൻ കൊണ്ടുപോയിക്കോളാം.
എന്റെ പൊന്നു ജിത്തു, ഇവിടെ എന്താ നടക്കുന്നതെന്ന് പോലും മനസ്സിലാവാതെ കണ്ണു തള്ളി നിൽക്കും നിന്റെ പെണ്ണ്. അവന് നോക്കണ്ടടോ, അവൻ നോക്കിയാവ വരും. അവൻ ഇത്ര നാളോ അനുഭവിച്ച് ആ വേദനകളെല്ലാം ഒറ്റയടിക്ക് തന്നെ കണ്ടപ്പോ പുറത്തു വന്നതാ. ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം ക്ലിയർ ചെയ്യണോടോ. പാത്തോ, എന്തുപറ്റി? ആളെ കണ്ടപ്പോ ഞെട്ടിയ? ഇത് നൗറ ഫാത്തിമ, മിസ്സസ് നൗറ ഫാത്തിമ ലൂയിസ്. എന്തൊക്കെയാ ഇത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറയാം ഭൂമി. എടോ, തന്നോട് ഞാൻ എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. അറിഞ്ഞോ അറിയാതെയോ ഞാൻ കാരണമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നെന്ന് അറിഞ്ഞപ്പോ എന്റെ ചങ്ക തകർന്നത്. വിഷേട്ടനും ഹരിയേട്ടനും എന്ത് എനിക്ക് സഹോദരങ്ങളാണ്. എന്റെ കൂടെപ്പിറപ്പുകൾ ലൂസിച്ച എന്റെ പ്രണയം. ഞാൻ വന്നത് ഇച്ചായന് വേണ്ടിട്ടാ. ഇച്ചായനോട് എന്റെ ഇഷ്ടം തുറന്നു പറയാം. അതിനാണ് ഞാനിവിടെ വന്നത്. അന്ന് ഞാൻ ഇച്ചായനോട് എന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞത്. ഇച്ചായനും എന്നോട് ആ ഇഷ്ടം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആ സന്തോഷം സഹിക്കാൻ വയ്യാതെ ഓടി വന്ന് വിഷുവിനോട് പറഞ്ഞത്. അത് മറ്റൊരു കണ്ണിൽ തനിക്ക് ദുഃഖമായിരിക്കും ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞോ അറിയാതെയോ ആ പ്രവൃത്തി തന്റെയും വിഷുവിന്റെ സന്തോഷങ്ങളുടെ അവസാനമായിരിക്കുമെന്ന് ഞാനന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. താൻ ആ കോളേജിൽ നിന്ന് പോയപ്പോഴും എല്ലാം പഴയ വിഷുവിനെ മൊത്തത്തിൽ ഞങ്ങൾക്ക് നഷ്ടമായി. ഇനി വിഷമിപ്പിക്കല്ലേടോ. തന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. നിങ്ങൾ രണ്ടുപേരും സുഖമായിട്ട് ജീവിക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് സമാധാനമാകത്തുള്ളൂ. ഞാൻ എന്ത് ചിന്തിച്ച് അച്ഛൻ ഞാൻ സൂര്യേട്ടനടുത്തോട്ട് പോയിക്കോട്ടെ. ധൈര്യമായിട്ട് എൻ്റെ മോളെ പോയിട്ടോ ചെല്ലു പറഞ്ഞ് ഉള്ളിൽ സങ്കടങ്ങളും എല്ലാം അവസാനിപ്പിച്ച് രണ്ടുപേരും സന്തോഷത്തോടെ വാ. താങ്ക് യു. ഞാൻ ഒരാൾ കാരണം ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. സോറി. എന്തിനാ ഒരു സോറിയുടെ ആവശ്യമില്ല. ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതായിരിക്കും. അപ്പൊ എങ്ങനെ പ്രകാശം, കുട്ടികളുടെ കാര്യം പെട്ടെന്ന് തന്നെ നടത്തുന്നതിലേ നല്ലത്? അതെ, എത്ര വേഗം തന്നെ നടത്താം, അതാണ് നല്ലത്. സോറി, ഞാൻ കാരണം ഒരുപാട് വിഷമിച്ചല്ലേ. ഞാനിത് നിന്നോട് സോറി പറയണ്ടേ? ഞാനാണ് സോറി പറയണ്ടേ? മിത്ര, നിന്നോടല്ല എന്റെ ഇഷ്ടം അന്ന് തുറന്നു പറഞ്ഞിരുന്നു. ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. പോട്ടെ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. എനിക്ക് നിനക്കും ഇങ്ങനൊരു വിധി ഉണ്ടായിരുന്നായിരിക്കും. എപ്പോഴാ എന്നെ സോറിയേട്ടൻ കണ്ടേ? നിനക്കറിയണോ, 3 വർഷങ്ങൾക്ക് മുന്നേ ഞാനിവിടെ ഒരു ഫുട്ബോൾ മാച്ചിന് വന്നായിരുന്നു. ഫുട്ബോൾ മാച്ചിന്റെ തലേന്ന് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് ചുമ്മാ കറങ്ങി നടക്കാമെന്ന് വിചാരിച്ച് ബൈക്ക് എടുത്ത് ചുമ്മാ പോയതാണ്. മഴ കാരണം ഒരത്ത് ഞാൻ കയറുന്നു. അപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. എന്നിലേക്ക് എല്ലാ മഴയെ ആവാഹിച്ചുകൊണ്ട് കുറച്ച് കുട്ടികളോട് കളിക്കുന്ന ഒരു പെൺകുട്ടി. ഏട്ടന്റെ ശകാരം കേട്ടിട്ടും അവൾ ആ കുട്ടികളോട് കളിച്ചുകൊണ്ടിരുന്നു. അവളുടെ മുഖത്ത് പുഞ്ചിരി, അത് എന്റെ നെഞ്ചിലെ കൊണ്ട് അത് നെയ്യായിരുന്നു. അത്ര ഒറ്റ കാഴ്ചയോടെ എന്റെ ഉള്ളിൽ കയറി കൂടിയോളെ. പിറ്റേന്ന് മാച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇതേ സ്പോട്ട് വന്നു. പക്ഷെ എനിക്ക് നിന്നെക്കുറിച്ചൊന്നും ഒരു വിവരം കിട്ടിയില്ല. എന്റേതാണെങ്കിൽ എന്നെങ്കിലും ഇനിയും ഞാൻ നിന്നെ കാണുന്നു എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നിന്നെ കാണുന്നത് ഫസ്റ്റ് ഇയർ നീ ജോയിൻ ചെയ്യാൻ വന്നപ്പോഴാണ്.
അതോടെ ഞാൻ ഉറപ്പിച്ചു, നീ എന്റെ പെണ്ണാണ്. ഹലോ മാഡം, എന്റെ ഇഷ്ടം ഞാൻ എന്നോട് തുറന്നു പറഞ്ഞു, നീ അറിയുകയും ചെയ്തു. ഇപ്പോഴും നീ എന്നോട് പറഞ്ഞിട്ടില്ല. ഇഷ്ടമാണ്, പ്രണയമാണ്, പ്രാണമാണ് ഈ കോളേജ് തീരുമാനമായ വിശ്വസരാജ്യത്തിനോട് എനിക്ക് അടങ്ങാത്ത പ്രണയമാണ്. ഐ ലവ് യു സൂര്യേട്ടാ. ലവ് യു മോർ ഇൻ ദ വേൾഡ്. അപ്പൊ എങ്ങനെ കാര്യങ്ങള് വരികയല്ലേ എന്റെ കൂട്ടിലോട്ട്? ഹലോ, മതി, കൊറേ നേരമായി രണ്ടാളും ഇങ്ങോട്ട് വന്നിട്ട്. നിനക്ക് എന്താടാ ലൂസേ? അയ്യോ, എനിക്കൊന്നും വേണ്ടായേ. ഞാൻ നിന്നോട് യാത്ര പറയാൻ വന്നതാ. അപ്പം ഭൂമി മോളെ, ഞാൻ പോവാ. ശരി ഭൂമി, എനിക്ക് പോട്ടെ. ഇനി കല്യാണത്തിന് കാണാം. ശരിയെന്നാ, രണ്ടുപേരും പോയിട്ട് വാ. എന്താ നോക്കുന്നു? എന്ത് ഒന്നും ചുമക്കൊണ്ടിരിക്കാതെ പോയി കിടന്നുറങ്ങാൻ നോക്കിച്ചായ. അതെ, എന്താ വാടി പുല്ലിയോട് ബാക്കിയുള്ളത് കുറച്ച് നാളായി പൊട്ടണി ഇറക്കാൻ തുടങ്ങിയിട്ട്. போலவே நீ என் மேல் ஊர்கிறாய், உன்மோக பார்வையால் நான் நீராவியாகிறேன். குளிர்ந்திட முத்தம் தந்தாய், மழையென நானும் வீழ்ந்தேன். நுரைத்திடும் கடலாய் மீண்டும் அலைந்துடை தேடி வந்தேன். இசையாலே காதல் ஜீவியாக்கும் செய்தவியே, பெண்ணகம் போலவே நீ என் மேல் ஊர்கிறாய், உன்மோக பார்வையால் நான் நீராவியாகிறேன். நிலவாய் நான் ரசிப்பேனே, கனியும் உன்னே என்னை பறித்தால் நான் சிலிர்ப்பேனே. அடி என்னை கிடும் சுவாச காற்று நீ அடி. என் கண்கள் பேசிடும் கதைகள் நூறாயிரம். அதை சொன்னால் வெல்வேனே.
ആയില്ലേ? ദേ, നിന്റെ ചെറുക്കൻ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടാ. എന്റെ പൊന്നു വന്നു കഴിഞ്ഞു. ദേ നോക്കിക്കേ, എങ്ങനെയുണ്ട്? കാണീരോ നീർക്കാൻ സോഴ വെற்றி வாழ் ஒன்றை കാണീരോ ഓ അഴകിയ പൂവേ செல்லதியோ ഇങ്ങനെ കണ്ട നിന്റെ സൂര്യന്റെ ഇപ്പോഴേ പൊക്കിക്കൊണ്ട് പോകും. ഭൂമി, കിച്ചു, എന്റെ പൊന്നു ഭൂമി, സന്തോഷമായിട്ട് ഇരിക്കേണ്ട സമയത്ത് നിന്റെ കണ്ണ് എന്താടി ഇങ്ങനെ നിറയുന്നത്? എന്റെ പൊന്നു കിച്ചു, നീ എപ്പോഴാണ് അവിടെ വരുന്നത്? എന്റെ പൊന്നു, ലീവ് കിട്ടേണ്ടേടി പെണ്ണെ. ലീവ് ഒന്നും കിട്ടിയില്ല. അതും പോരാഞ്ഞൊരു അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണെന്ന് നിനക്കറിയാലോ. ലീവ് ഒപ്പിക്കപ്പെട്ട പാടെ എനിക്കറിയത്തുള്ളൂ. അത് മാത്രമല്ല, ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനെ പോവുകയും ചെയ്യും. എന്താ കിച്ചു ഇത്? നീ വന്നുടനെ നീ 2 ദിവസം കൂടി കാണുമെന്ന് പറഞ്ഞതല്ലേ? ഈ ലീവ് റെഡി ആവാത്തോണ്ടല്ലേടി. ഒന്ന് മനസ്സിലാക്കടി പെണ്ണെ. ശരി, നീ വിശ്വാട്ടിനെ കണ്ടോ? ആടി, ഞാൻ കണ്ടിട്ടാ ഇങ്ങോട്ട് വന്നത്. നിന്നെ കൂടെ കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് ഇരിക്കാം. എനിക്ക് ശരി, നീ റെഡി ആവും. ഞാൻ പുറത്ത് കാണും. മംഗല്യം തന്തു നാനേന മമ ജീവന ഹേതുനാ കന്ദേ ബദ്നാമി ശുഭഗേ ത്വം ജീവ സദാ ശതം. മംഗല്യം തന്തു നാനേന മമ ജീവന ഹേതുനാ കന്ദേ ബദ്നാമി ശുഭഗേ ത്വം ജീവ സദാ ശതം. മിഴിവേകും മലരായി നീ മധുനുകരും മിഴിതളാലൻ വനിയേറെ കുളിരായി നീ തളിരിളകും മലയഴകായി നീ. മിഴിവേകും മലരായി നീ മധുനുകരും മിഴിതളാലൻ വനിയേറെ കുളിരായി നീ തളിരിളകും മലയഴകായി നീ. ഉള്ളിലീറൻ തെന്നലായൻ മുന്നിൽ വന്നു നിന്നാൽ പെണ്ണേ മാംഗല്യം മാംഗല്യം ഈ മണ്ണിൻ നിറമാറിൽ മാംഗല്യം നിറവാനിൻ മഴവില്ലിൻ മാംഗല്യം മിഴിയാളിൻ കനവാളായി മാംഗല്യം നിഴലായി നീ അണിചേരാൻ മാംഗല്യം മനമാകെ മാംഗല്യം പുതുകനവിൻ പന്തലു വേണം. വഴിയാകെ നിറമേകും നറുമുല്ലപ്പൂവതു വേണം. മനമാകെ മാംഗല്യം പുതുകനവിൻ പന്തലു വേണം. വഴിയാകെ നിറമേകും നറുമുല്ലപ്പൂവതു വേണം. വെണ്ണിലാവിൻ വെള്ളി പൂടവ വേണം. പെണ്ണിൻ കുറി വരയ്ക്കാൻ തിങ്കൾ കലയും മാംഗല്യം ഈ മണ്ണിൻ നിറമാറിൽ മാംഗല്യം നിറവാനിൻ മഴവില്ലിൻ മാംഗല്യം മിഴിയാളിൻ കനവാളായി മാംഗല്യം നിഴലായി നീ അണിചേരാൻ മാംഗല്യം ഈ മണ്ണിൻ നിറമാറിൽ മാംഗല്യം കണ്ടേ നിറവാനി മഴവില്ലിൻ ജീവസരാശല്യം മിഴിയാളിൻ കനവാളായി മാംഗല്യം കണ്ടേ നിഴലായി നീ അണിചേരാൻ ജീവസരാശല്യം. എങ്ങനെയാണ് മാഡം, കല്യാണത്തിന്റെ ക്ഷീണമൊക്കെ മാറിയോ? ഹാപ്പിയാണോ? നല്ല ഹാപ്പിയാ. ഇപ്പൊ എനിക്ക് സമാധാനം. എന്റെ ഭൂമി ഹാപ്പി ആയപ്പോ
എന്നാ എന്റെ കൊച്ച് ഈ ചേട്ടനും കൂടെ ഒന്ന് ഹാപ്പി ആക്കിക്കേ. അയ്യേടാ, അങ്ങോട്ട് സ്വയം ഹാപ്പി ആയാൽ മതി. എനിക്ക് നല്ല സീനുണ്ട്, നീ കിടന്നുറങ്ങാൻ പോവാ. അപ്പൊ ഗുഡ് നൈറ്റ്. അപ്പോട്ടാ ഹോ, എന്തൊക്കെയായിരുന്നു. ഇനിയിപ്പോ പോയി കിടന്നുറങ്ങാം. है ये तड़पन है ये उलझन कैसे എന്റെ മിത്രമോള് ക്ഷീണിച്ചോ? പേടിച്ചു പോയി സൂര്യേട്ടാ ഞാൻ. പേടിച്ചോ? പോട്ടെ, സാരമില്ല. എന്തെങ്ങനെ നോക്കണേ? You look down hot in the saree. എന്ത് പറ്റി? എന്റെ മിത്രമോളത്തിൽ പ്രതീക്ഷിച്ചോ? എന്നെ വിട്, ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല. എന്നാ എന്റെ പൊന്നു മോള് ഇതൊക്കെ അഴിച്ചു വെച്ചിട്ട് ആ ഡ്രസ് ഇട്ടിട്ട് പെട്ടെന്ന് എന്തിനാ നമ്മളെവിടെ പോന്ന്? അതൊക്കെ സർപ്രൈസ്. ആദ്യം എന്റെ പൊന്നു മോള് പോയി ഡ്രസ്സൊക്കെ മാറ്റിട്ട് വാ. ശരി. नींदों में तेरी ही बात है, कैसे तुझे, तू तो ख्यालों में साथ है। नजर के आगे हर एक मंजर रेत की तरह बिखर रहा है, दर्द तुम्हारा बदन में मेरे जहर की तरह उतर रहा है, बेख्याली में भी तेरा। എന്ത് സൂപ്പറാ ഇവിടെയൊക്കെ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സൂര്യേട്ടാ. ഇവിടെ നിന്നാ മതിയോ? റൂമിലോട്ട് പോണ്ടേ? വാ. മിത്ര, ഐ കാൻ വെയിറ്റ് എനിമോർ. ഈ നിമിഷം ഇപ്പൊ ഞാൻ എന്റെ പ്രണയത്തെ സ്വന്തമാക്കുക, എല്ലാ അർത്ഥത്തിലും. ये हंसी वादियाँ, ये खुला आसमां, आ गए हम कहाँ है मेरे साजना। इन बहारों में दिल की कली खिल गई, मुझको तुम जो मिले हर खुशी मिल गई। Can I trust you? यूं सिवारे आए खुला आसमां, यूं सिवारे आए खुला आसमां, ये हंसी वादियाँ, ये खुला आसमां, आ गए हम कहाँ मेरे साजना। बहारों में दिल की कली खिल गई, मुझको तुम जो मिली हर खुशी मिल गई। तेरे होठों पे है हुस्न की बिजली, तेरे गालों पे है जुल्फ की बदली, तेरे दामन की खुशबू से महके चमन, संगे मरमर के जैसा ये तेरा बदन। बंधन है प्यार का, देखो टूटे न सजनी। ये जन्मों का साथ है, देखो छूटे न सजना। तेरे आंचल की छाँव के तले मेरी मंजिल मुझे मिल गई, तेरी आँखों की छाँव के तले मोहब्बत मुझे मिल गई। यूं सिवारे आए खुला
എന്ത് ചെയ്യുക എന്റെ ഭാര്യ? കണ്ടില്ലേ നീ ചെയ്യുന്നത്? അയ്യോ കണ്ടില്ല. എന്നാ കാണണ്ട. അതെ, എന്താ? ഒരുമ്മ. ഇല്ല ഒരു ഉമ്മയിലെ നിർത്തോടി. ഇല്ല ഇല്ല ഇല്ല. ആഹാ, അത്രയ്ക്കായോ? വീട് മനുഷ്യ, ഈ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. അല്ല, ആരാ ഇതൊക്കെ? എന്താ എല്ലാരും കൂടി? നന്ദേട്ടാ, നീക്ക് സുഖാണോ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു മോളെ. എന്താടാ ബെല്ലടിച്ചപ്പോ തുറക്കാൻ ഇത്ര താമസം? ഒന്ന് പോടാ. പാത്തു മോളെ, നിനക്ക് സുഖമാണോ? ഹാ, സുഖായിക്ക. എന്നാ വാ, എല്ലാവർക്കും ഫുഡ് കഴിക്കാം. ഹാ, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇപ്പൊ സമാധാനമായി. മോളെ ഭൂമി, ഒരു പാട്ട് പാടിയിടി. ഏയ്, എനിക്ക് സൂര്യേട്ടൻ പാടും. അത് സത്യം. വിശ്വട്ടാ, വിശ്വന്റെ പാട്ട് ഇതുവരെ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. ഒരു പാട്ട് പാടും വിശ്വട്ടാ. എന്നാ ശരി, പാടിയേക്കാം.